ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു മൊബൈൽ ഫോൺ ഹോൾഡറും ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല സ്റ്റെബിലിറ്റി വേണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഫോണിൻ്റെ വീഡിയോ എടുക്കുന്നതിന് സ്റ്റെബിലിറ്റിയുടെ നമ്മൾ ട്രൈപോഡൊക്കെ ആണല്ലോ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പം തുടക്കക്കാർക്കൊക്കെ ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ട്രൈപോഡ് മേടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം നമുക്കെങ്ങനെ വീട്ടിൽ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കാമെന്ന ഒരു കണ്ടെത്തിന്റെ പരമായിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ ഉണ്ടാക്കിയത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മൊത്തം ആക്രിസാധനങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മൊബൈൽ ഹോൾഡർ എന്ന് പറഞ്ഞത്. ഇത് മൊത്തം ആക്രിസാധനം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും. ഇതിൽ പല പല ആക്രിസാധനങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ മണ്ട തൊട്ട് നമുക്ക് പരിചയപ്പെടാം. ഇത് നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന കൂടി മൊബൈൽ ഫോണിന്റെ ഹോൾഡറാണ്. അപ്പോൾ ഇത് ആക്രിയല്ല, ഇത് ഞാൻ മേടിച്ചാണ്. ഇതിന് ഏകദേശം എനിക്ക് മേടിച്ചപ്പോൾ ചിലവ് വന്നത് ഒരു 200-250 രൂപ ആ റേഞ്ച് ആയിട്ടുള്ളൂ. പിന്നെ താഴോട്ട് വരുവാണെങ്കിൽ ഇത് നമ്മുടെ ബെയറിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പാണ്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടുത്തെ കുറെ ഹോളുകൾ ഇട്ടേക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് പോരുമ്പോഴത്തേനും നമ്മൾ ഈ മെയിൻ കമ്പിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മറ്റേ വലിയ കുടയുടെ ഒക്കെ അല്ലേ, മറ്റേ ഐസ്ക്രീമിന്റെയും മറ്റേ വണ്ടികളിൽ കൂടെ ഐസ്ക്രീം വിൽക്കുന്ന വലിയ കുടയില്ലേ, അപ്പോൾ ആ കുടയുടെ കമ്പിയാണ് ഇത്. ഇത് പിന്നെ ഇതൊരു പഴയൊരു മൈക്രോഫോൺ സ്റ്റാൻഡിന്റെ ഇതാണ്. മറ്റേ മൈക്രോഫോൺ വെച്ച് മുറുക്കുന്ന ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ടേബിളിലൊക്കെ എന്തെങ്കിലും വെച്ച് എന്തെങ്കിലും എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് താക്കാനും പൊക്കാനും സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ സാധനം ഇവിടെ വെച്ചേക്കുന്നത്. അപ്പം മറ്റാരുടെ സഹായം വേണ്ട, നമുക്ക് തന്നെയാണെങ്കിലും നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പറ്റും. അതിനുവേണ്ടിയാണ് ഈ സാധനം ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴ്ത്തു പോരുമ്പം ഇത് നമ്മുടെ സാധാരണ ഫാനിന്റെ ടേബിളാണ്. ടേബിൾ ഫാനിന്റെ തന്നെ ടേബിളാണ്. അപ്പോൾ ഇതാകുമ്പോഴത്തേനും നല്ല വിസ്തീർണം ഉള്ളതുകൊണ്ട് പെടന്നു പോകാതെ അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റാൻഡ്. ഈ വക സാധനം കൊണ്ടൊക്കെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ പുറകോശം, ഇതിന്റെ മണ്ടവശത്തോട് വീണ്ടും തിരിച്ചു വന്ന് നമ്മൾ ഇതിന്റെ പുറകോശം നോക്കുവാണെങ്കിൽ ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാൻ പറ്റും. ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാമായിരിക്കും. ഇതെങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാനൊക്കെ പറ്റും. പിന്നെ ഇത് ലൂസാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ താക്കാനും പൊക്കാനും ഒക്കെ സാധിക്കും. ഇങ്ങനെ പറ്റും. പിന്നെ ഇത് നമ്മളിവിടെയും ഉറപ്പിച്ചു വെക്കണമല്ലോ. അപ്പം നമ്മുടെ ഫോണൊക്കെ വെക്കുമ്പം നല്ല വെയിറ്റ് ഒക്കെ വരുമല്ലോ. അപ്പം ഇത് ഒടിഞ്ഞു പോകാതെ ഇരിക്കണമെങ്കിൽ നമ്മളിവിടെ നല്ല ശ്രദ്ധയോടെ ഐഡിയപരമായിട്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ ഈ ലെറ്ററൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റേ ഫോം ഷീറ്റാണ്. അത് റൗണ്ടി കട്ട് ചെയ്തിട്ട് ഈ മൊബൈൽ ഫോൺ ഹോൾഡറിന്റെ അടിവശത്ത് നമ്മൾ ആദ്യം ഒരു പീസ് വെച്ച് ഒട്ടിച്ചിട്ട് ഈ ബെയറിങ്ങിന്റെ പൈപ്പ് അതിൽ വെച്ച് ഒട്ടിച്ചു. പിന്നെ ഇവിടെ വലിയൊരു കുഴിവ് നികത്താൻ വേണ്ടിയാണ് ഈ ബെയറിങ്ങിന്റെ പൈപ്പിന്റെ അളവിന് കിഴിച്ച് അതും ഇവിടെ ഒട്ടിച്ചിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റത്തൊന്നുമില്ല. എവിടെയാലും ഒരു സ്ഥലത്ത് വെച്ച് ചെയ്യാനേ പറ്റുകയുള്ളൂ. പിന്നെ ഇനി സംവിധാനം ഇത് അറിയാമല്ലോ, നമ്മൾ കുടയൊക്കെ വെച്ചിട്ട് അത് വെച്ച് ടൈറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ മൊബൈൽ ഹോൾഡർ വെച്ചേക്കുന്ന ഈ പൈപ്പ് നമുക്ക് പൊക്കം കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. ഇങ്ങനെ പൊക്കാനും താക്കാനൊക്കെ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീഡിയോ ടേബിൾ വെച്ചൊക്കെ വീഡിയോ എടുക്കുമ്പം ചെയ്യാൻ വേണ്ടി
ചെയ്ത സംഭവമാണിത്. അപ്പൊ ഇതും കൂടെ വേറൊരു ഉപകാരം കൊണ്ടുണ്ട്. നമുക്കിത് വല്ല വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴോ വല്ല മറ്റേ വീഡിയോ ഒക്കെ കോമഡി ഒക്കെ എടുക്കുമ്പോഴത്തേനും നമുക്ക് ഇത് എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാൻ പറ്റും. അപ്പൊ ഇവത്തേൽ എങ്ങനെ തിരിച്ചാൽ നമുക്ക് ഏത് ദിശയിലോട്ട് വേണമെങ്കിലും ഷെയ്ക്ക് ആവാതെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. നമുക്ക് ഈ സാധനം പല പീസായിട്ട് നമുക്ക് ഊരിയെടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇത് മൊത്തത്തിൽ 1 2 ഈ താഴത്തെ സ്റ്റാൻഡോട് കൂടി നമുക്ക് 3 പീസായിട്ട് നമുക്ക് ഇത് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ അതും കൂടെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. മച്ചന്മാരെ ഇതാണ് ഊരിയെടുക്കാവുന്നത്. മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഇത് പീസായിട്ട് പല പീസായിട്ട് ഊരിയെടുക്കാവുന്നത്. അപ്പോൾ പിന്നെ മൊബൈൽ ഫോൺ വെക്കുന്ന ഈ ഹോൾഡർ അടങ്ങിയ ഈ പൈപ്പ് ഈ സ്റ്റാൻഡ് എന്ന് പറയാം. ഇത് നമുക്ക് ഒരു പീസായിട്ട് നമുക്ക് ഇത് ഊരിയെടുക്കാം. ഇത് ഊരിയെടുത്തിട്ട് നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ വരുന്നത് ഈ വലിയൊരു പൈപ്പാണ്, ഇരുമ്പിൻ്റെ പൈപ്പാണ്. അതും നമുക്ക് ഊരിയെടുത്ത് മാറ്റി വെക്കാം. പിന്നെ വരുന്നത് ഈ ഫാനിന്റെ സ്റ്റാൻഡ്. അപ്പൊ നമുക്ക് മൊത്തം ഇങ്ങനെ 3 പീസായിട്ട് നമുക്ക് ഈ സാധനം ഊരിയെടുക്കാനൊക്കെ പറ്റും. പിന്നെ മച്ചന്മാരെ ഇത് ഞാൻ പറഞ്ഞല്ലോ മറ്റേ നമ്മുടെ ടേബിളിൽ വെച്ചൊക്കെ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും ആരുടെ സഹായം കൂടാതെ നമുക്കിത് ഫോൺ വെച്ച് വീഡിയോ എടുക്കാവുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മള് ഈ പൈപ്പിലോട്ട് നമ്മളിങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ഹോളിനകത്തോട്ടൊരു ആണിയോ എന്തെങ്കിലും സ്ക്രൂ ഒക്കെ ഇട്ടിട്ട് നമ്മൾ മുറുക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഫോൺ ഇതേ എടുത്തേൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ടേബിളിൽ ലക്ഷ്യമാക്കി നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പം ഇതാണ് ഇതിന് വേണ്ടിയാണ് ഈ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ മച്ചന്മാരെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളിത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ നിങ്ങളെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവർ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിലും നല്ല വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിലൂടെ ഇന്നത്തേക്ക് യാത്ര പറഞ്ഞുകൊണ്ട് ബൈ ബൈ.